ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഇന്ന് ഒരു കുഞ്ഞ് റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഒരു സലാഡിന്റെ റെസിപ്പി. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന റെസിപ്പിയാണ്. പിന്നെ ലൈറ്റ് ആയിട്ടൊക്കെ ഡിന്നർ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഡിന്നർ മാത്രമല്ല, ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോഴേ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ആട്ടോ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. പക്ഷെ ഇത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു ക്യാബേജിൻ്റെ പകുതിയിലും പകുതിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നാലിലൊന്ന് ഭാഗമേ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റും കൂടെ എടുത്ത് അതും ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്, കഴിക്കാനൊരു രസമൊക്കെ തോന്നുന്നത്. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റാണ്ട് അല്ലാണ്ട് പച്ചയ്ക്ക് കഴിക്കാനും സലാഡ് കൂടുതൽ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കിതിൻ്റെ ആ പച്ചമണം ഒന്ന് ചെറുതായിട്ട് കളഞ്ഞിട്ട് കഴിക്കാനൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഒരുപാട് നേരം ഇട്ട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി ഒന്നങ്ങ് വേവിച്ചെടുത്താൽ മതിയാവുമേ. 1 മിനിറ്റ് പോലും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ ഇത്. ബട്ടർ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ. ബട്ടറിലല്ലാണ്ട് നമ്മൾ ഓയിലൊക്കെ ചെയ്യുമ്പോഴേക്കും പിന്നെ വീണ്ടും ഓയിലൊക്കെ കഴിക്കേണ്ടി വരും, അൺഹെൽത്തി ആവും. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സലാഡ് കഴിക്കുന്നത് പോലും. അപ്പം ഓയിലൊന്നും ഇത് ചെയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പം ദാണ്ടെ നമ്മുടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ പരുവം വരെയൊക്കെ ഒന്ന് വേവിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ജസ്റ്റ് അവിടെ ഇരുന്നതൊന്ന് തണുക്കട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഒരു കുഞ്ഞ് ഡ്രസ്സിങ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് ക്യാഷ്നട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഒരു അരമണിക്കൂറോളം വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതാണ്. അത് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-6 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 വറ്റൽമുളക്. ഇത് നല്ല എരിവ് കുറഞ്ഞ വറ്റൽമുളകാണ് കേട്ടോ. അതാണ് 3 ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണേ. ഇനി ഒരു ബൗളിലോട്ട് നമ്മളിവിടെ വഴറ്റിയൊക്കെ വെച്ചിരിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോണൊക്കെ ഉണ്ടെങ്കിൽ ഈ സലാഡിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കടല വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാനിപ്പം ഇത് രണ്ടും അതായത് കടല, കോൺ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം ഇത് എന്താണ് ഇതുപോലെ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുക്കുംബറും ഇതുപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കുക്കുംബറേ എടുത്തിട്ടുള്ളേ. ഇനി ഇതിലേക്ക് കുറച്ച് സവാള, അതായത് ഒരു സവാള ഞാനൊന്ന് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം കേട്ടോ. തക്കാളി വേണമെങ്കിൽ എടുക്കാം. അപ്പോഴും ഇത് ഞാൻ സവാളയും കൂടെ ചേർക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം എന്നും ഒരേപോലെ സലാഡ് കഴിക്കാതെ വ്യത്യസ്ത രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാനും ഒരു താല്പര്യം തോന്നും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ വേസ്റ്റ് ആക്കണ്ട. ആ മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് തുടച്ചെടുത്ത് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സലാഡ് കഴിക്കാൻ ഇത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയത് ഈ ഒരു ഡ്രസ്സിങ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ്ട് ഇതിന് ജസ്റ്റ് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കണേ. നല്ല പോലെ മിക്സാക്കി എടുക്കണം. ഇതിപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് കഴിക്കാനുള്ള സലാഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. എനിക്കും ഹസ്ബൻഡിനും. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളി സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം സലാഡ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിതിനി കഴിച്ചാലോ, ഒട്ടും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പം ഞാൻ അതിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 2 മുട്ടയും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഫുള്ള് റെഡി ആയിട്ടോ. വയറ് നിറയും, പിന്നെ നല്ല പ്രോട്ടീനുമാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ.